2025 ഡിസംബർ 2 വടക്ക് കിഴക്കൻ ദക്ഷിണ സുഡാനിൽ സംഘർഷത്തിൽ ദുരിതത്തിലായ ആളുകൾക്ക് അടിയന്തര സഹായവുമായി വിദൂര പട്ടണമായ മൈവൂട്ടിലെ ഒരു മൊബൈൽ മെഡിക്കൽ യൂണിറ്റിലേക്ക് പോവുകയായിരുന്നു അന്താരാഷ്ട്ര തലത്തിൽ ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന സമരിറ്റൻ പേഴ്സിന്റെ DC-8 എന്ന ചെറുവിമാനം. റോഡുകൾ പരിമിതമായതോ എത്തിച്ചേരാൻ പ്രയാസമുള്ളതോ ആയ സ്ഥലങ്ങളിലേക്ക് സഹായം എത്തിക്കുവാൻ ചെറിയ വിമാനങ്ങളെയാണ് ആശ്രയിക്കുന്നത്. അങ്ങനെയാണ് മിഷണറി പൈലറ്റ് ജിം സ്ട്രീറ്റും സഹപ്രവർത്തകനും ചേർന്ന് സുഡാനിലേക്ക് ചെറു വിമാനം പറത്തിയത്. ആഫ്രിക്ക ഇൻലാൻഡ് മിഷനിലെ മിഷണറി പൈലറ്റായ ജിം സ്ട്രീറ്റ് പതിറ്റാണ്ടുകളുടെ വ്യോമയാന പരിചയമുള്ളയാളും സെബറ്റൻ സ്പേഴ്സിന് വേണ്ടി പതിവായി ജീവകാരുണ്യ ദൗത്യങ്ങളിൽ ഏർപ്പെടുന്നയാളുമാണ്. അദ്ദേഹവും ബെൻ എന്നറിയപ്പെടുന്ന ഒരു സ്റ്റാഫ് അംഗവും വിമാനത്തിൽ ലക്ഷ്യസ്ഥാനത്തേക്ക് ഏകദേശം 40 മിനിറ്റ് ബാക്കി ആയപ്പോഴാണ് വിമാനത്തിന്റെ പിന്നിൽ നിന്ന് പെട്ടെന്ന് ഒരു മനുഷ്യന്റെ അലർച്ച കേട്ടത്. പറന്നുയരുന്നതിന് മുമ്പ് രഹസ്യമായി വിമാനത്തിൽ കയറിയ കാർഗോ വാരിയറിന് പിന്നിൽ ഒളിച്ചിരിക്കുകയായിരുന്ന അയാൾ പെട്ടെന്ന് അലറിക്കൊണ്ട് കോക്പിറ്റിലേക്ക് വരികയായിരുന്നു. അയാൾ ആയുധധാരിയായിരുന്നു. വിമാനം അയൽ രാജ്യമായ ചാഡിലേക്ക് തിരിച്ചുവിടണമെന്ന് അയാൾ ആക്രോശിച്ചു. അയാൾ ഒരു തോക്ക് ഉയർത്തി മാഗസീനിൽ 9mm വെടിയുണ്ടകളുടെ 13 റൗണ്ടുകൾ നിറച്ചിട്ടുണ്ടെന്ന് കാണിച്ചു തന്നു. അത് വീണ്ടും തോക്കിലേക്ക് ഇട്ടു. തോക്ക് കുലുക്കി ചുറ്റിക പിന്നിലേക്ക് പിടിച്ച് അറയിലേക്ക് ഒരു റൗണ്ട് എറിഞ്ഞു. ട്രിഗറിൽ വിരലമർത്തി തോക്കുയർത്തി എന്റെ മുഖത്തിന് നേരെ ചൂണ്ടി. 3 വരെ എണ്ണുന്നതിന് മുമ്പ് വിമാനം തിരിച്ച് ചാടിലേക്ക് വിട്ടില്ലെങ്കിൽ തന്നെയും ബെന്നിനെയും തൽക്ഷണം കൊല്ലുമെന്നും താനും വെടിവെച്ച് മരിക്കുമെന്നും അയാൾ പറഞ്ഞു. പൈലറ്റ് ജിം സ്ട്രീറ്റ് ഒരു പോഡ്കാസ്റ്റിൽ പറഞ്ഞു. ഒരാഴ്ച മുമ്പ് എന്തോ ഒരു വലിയ സംഭവം വരാൻ പോകുന്നു എന്ന് ദർശനത്തിലൂടെ കർത്താവ് അറിയിച്ചിരുന്നു. ഇപ്പോൾ വിമാനത്തിന്റെ കോക്പിറ്റിൽ ഹൈജാക്കർ തന്നെ തുറച്ചു നോക്കുമ്പോൾ ദൈവം തന്നോട് പറഞ്ഞത് ഇതാണെന്ന് ജിമ്മിന് മനസ്സിലായി. കർത്താവ് ഇത് മുൻപേ വെളിപ്പെടുത്തി എന്നത് എനിക്ക് വളരെ സമാധാനം നൽകി. എങ്കിലും ഇത് എങ്ങനെ അവസാനിക്കുമെന്നത് വ്യക്തമല്ലാത്തതിനാലും ഹൈജാക്കറുടെ തോക്കിൻ മുനയിലാണ് ഇപ്പോൾ തന്റെ ജീവിതമെന്നതും ആശങ്കയുണ്ടാക്കാതിരുന്നില്ല. ഇതോടെ വിമാനം പതുക്കെ പറത്താൻ തുടങ്ങി. ഒപ്പം വിമാനം എങ്ങനെ സുരക്ഷിതമായി താഴെ ഇറക്കാമെന്നും ആലോചിച്ചു. സമയം വൈകുന്തോറും ചെറുവിമാനമാകയാൽ വിമാനത്തിന്റെ ഇന്ധനം തീരാനുള്ള സാധ്യത കൂടുതലായിരുന്നു. ഹൈജാക്കർ വേഗതയിലെ മാറ്റം ശ്രദ്ധിച്ചു. അയാൾ വീണ്ടും ആക്രോശിച്ചു, വിമാനം വേഗത്തിൽ ചാടിലേക്ക് വിടുക, അനുസരിക്കില്ലെങ്കിൽ നിങ്ങളുടെ മരണം ഞാൻ ഉറപ്പാക്കും. പക്ഷെ എങ്ങനെയെങ്കിലും വിമാനം ദക്ഷിണ സുഡാനിലെ അടുത്തുള്ള വിമാനത്താവളത്തിൽ എത്തിക്കുക എന്നതായിരുന്നു ജിം സ്ട്രീറ്റിന്റെ ലക്ഷ്യം. അവിടെ അദ്ദേഹത്തിന് ലാൻഡ് ചെയ്യാനും സുരക്ഷാ സേനയ്ക്ക് ഇടപെടാൻ അവസരം നൽകാനും കഴിയും. പക്ഷേ തോക്കിന്റെ ട്രിഗർ വലിക്കാൻ കാത്തു നിൽക്കുന്ന വിമാന റാഞ്ചിയെ ശാന്തനാക്കണം. അതെങ്ങനെ സാധിക്കും? അയാളോട് ശാന്തമായി സംസാരിക്കാൻ തീരുമാനിച്ചു. ചിലപ്പോൾ അയാൾ നിങ്ങളെ കൊന്നേക്കാം. അതിനു മുമ്പ് അയാളോട് സുവിശേഷം അറിയിക്കാനും മിഷണറി പൈലറ്റ് എന്ന നിലയിൽ താൻ നിർബന്ധിതനായിരുന്നുവെന്നും സ്ട്രീറ്റ് പറഞ്ഞു. അദ്ദേഹം ഹൈജാക്കറോട് ചാട് വരെ വിമാനം പറക്കില്ലെന്നും അതിന് തക്ക ഇന്ധനം ടാങ്കിൽ ഇല്ലെന്നും പറഞ്ഞു. ഇതിനിടയിൽ തന്റെ വിമാനം റാഞ്ചിയതായും തങ്ങൾ വിമാന റാഞ്ചിയുടെ തോക്കൻ നിഴലിലാണെന്നും സമരിറ്റൻ പേഴ്സ് അധികൃതരെ മെസ്സേജിലൂടെ അറിയിച്ചു. അപ്പോൾ തന്നെ ഹൈജാക്കർക്ക് ഭാവമാറ്റം ഉണ്ടാകാതിരിക്കുവാൻ അയാളോട് സൗഹാർദ്ദപരമായി സംസാരിക്കുകയും ഇന്ധനം തീർന്നാൽ തങ്ങൾ 3 പേരും വിമാനം തകർന്നു മരിക്കാനിടയുണ്ടെന്നും ആയതിനാൽ അടുത്തെവിടെയെങ്കിലും സുരക്ഷിതമായി വിമാനം ഇറക്കാമെന്നും അയാളോട് പറഞ്ഞു. അയാൾ അസ്വസ്ഥനായി. അയാൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഭയമുണ്ടായിരുന്നുവെങ്കിലും തങ്ങളെ സംരക്ഷിക്കുന്ന യേശുവിന്റെ ശക്തിയെക്കുറിച്ച് അവനെ ഓർമ്മിപ്പിച്ചു. അതോടൊപ്പം യേശുക്രിസ്തുവിനെ കുറിച്ച് അയാളോട് പറയുകയും യോഹന്നാൻ
3:16 പാരായണം ചെയ്യുകയും ചെയ്തു. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ആ സമയം ദൈവം എന്നെ പെട്ടെന്ന് ഓർമ്മിപ്പിച്ച വാക്യമായിരുന്നു അത്. ക്രിസ്തു താങ്കളുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചുവെന്നും അവനിൽ വിശ്വസിക്കുന്നവർക്ക് സ്വർഗത്തിൽ നിത്യത ചെലവഴിക്കാൻ കഴിയുമെന്നും സ്ട്രീറ്റ് ഹൈജാക്കറോട് പറഞ്ഞു. ഒരു ഘട്ടത്തിൽ സ്ട്രീറ്റ് ഹൈജാക്കറോട് തന്റെ കുടുംബത്തെക്കുറിച്ച് ചോദിച്ചു. ഈ ചോദ്യം അയാളെ അസ്വസ്ഥനാക്കി. തന്റെ കുടുംബാംഗങ്ങൾ എല്ലാം മരിച്ചുവെന്ന് അയാൾ മറുപടി നൽകി. അല്പസമയം കഴിഞ്ഞതോടെ തന്റെ മുഖംമൂടി ഊരി മാറ്റി അയാൾ കരയാൻ തുടങ്ങി. അയാളോട് കൂടുതൽ സഹാനുഭൂതിയോട് സംസാരിക്കുകയും അയാൾ അത് ശാന്തമായി കേൾക്കുകയും ചെയ്തു. ഹൈജാക്കറുമായി സുവിശേഷം പങ്കുവെച്ച ശേഷം ജിം അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചാടിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്ധനം നിറയ്ക്കാൻ ദക്ഷിണ സുഡാനിൽ ഇറങ്ങേണ്ടി വരുമെന്ന് പറയുകയും ചെയ്തു. ഈ സമയം ജിമ്മിന്റെ ഭാര്യയും സംഭവം അറിഞ്ഞവർ എല്ലാം തന്നെ ഈ വേദനാജനകമായ സാഹചര്യത്തിന് സമാധാനപരമായ ഒരു പരിഹാരത്തിനായി തീവ്രമായി പ്രാർത്ഥിക്കുകയായിരുന്നു. ആഫ്രിക്കയിലെയും അമേരിക്കയിലെയും സമരിറ്റൻ പേഴ്സ് ജീവനക്കാർ ഈ പ്രതിസന്ധി അതിജീവിക്കുവാൻ പല ശ്രമങ്ങളും നടത്തുന്നുണ്ടായിരുന്നു. ഡിസംബർ 2 അർദ്ധരാത്രിയിൽ സമരിറ്റൻ പേഴ്സിലെ മിഷൻ ഏവിയേഷൻ സർവീസസ് ആഫ്രിക്കയുടെ ഡയറക്ടർ മാറ്റ് ഓൾസന് സംഭവത്തെക്കുറിച്ച് ഒരു കോൾ ലഭിച്ചു. എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഇത്ര കഠിനമായും തീവ്രമായും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. അത്രമാത്രം മനമൊരുകി പ്രാർത്ഥിക്കുകയായിരുന്നു ഓൾസൺ പറഞ്ഞു. എന്തെങ്കിലും സഹായം സാധ്യമാകുമെന്ന് കരുതി മറ്റൊരു ദൗത്യത്തിനായി പറക്കുകയായിരുന്ന സമരിറ്റൻ പേഴ്സിന്റെ മറ്റൊരു വിമാനം DC-3 ഹൈജാക്ക് ചെയ്യപ്പെട്ട വിമാനത്തിന് നേരെ തിരിച്ചുവിട്ടു. ഹൈജാക്കറുടെ ശ്രദ്ധ ആകർഷിക്കുന്നത് ഒഴിവാക്കാൻ കോക്പിറ്റിൽ നിന്നുള്ള ആശയവിനിമയം ജിം സ്ട്രീറ്റ് പരിമിതപ്പെടുത്തിയിരുന്നു. അങ്ങനെയാണ് റാഞ്ചിയുടെ വിശ്വാസം നേടാനായതും. ലാൻഡ് ചെയ്യാൻ അനുവദിച്ചാൽ സംരക്ഷണം ഒരുക്കാമെന്നും ഇന്ധനം നിറയ്ക്കാൻ കഴിയുമെന്നും സ്ട്രീറ്റ് അയാളോട് വീണ്ടും പറഞ്ഞു. ആ സമയത്ത് ദൈവത്തിന്റെ ഇടപെടൽ പോലെ ഹൈജാക്കർ തോക്കെടുത്ത് താഴേക്ക് ആംഗ്യം കാണിച്ചു. മുന്നോട്ട് പോയി താഴേക്ക് ഇറങ്ങൂ എന്ന്. വിമാനം ലക്ഷ്യസ്ഥാനത്ത് നിന്ന് ഏകദേശം 400 മൈൽ അകലെ ദക്ഷിണ സുഡാനിലെ വൗ നഗരത്തിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്തു. പിന്നീടെല്ലാം പെട്ടെന്നായിരുന്നു. വിമാനത്തിന്റെ നീക്കം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ദക്ഷിണ സുഡാനിലെ ദേശീയ സുരക്ഷാ സൈനികർ ഉടൻ വിമാനം വളഞ്ഞ് ഹൈജാക്കറെ കസ്റ്റഡിയിലെടുത്തു. അങ്ങനെ വലിയൊരു വിപത്ത് ഒഴിവാക്കപ്പെട്ടു. ദക്ഷിണ സുഡാനും ഇടയിലുള്ള എണ്ണ സമ്പന്നമായ പ്രദേശമായ അബ്യയ് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിലെ താമസക്കാരനായ യാസിർ മുഹമ്മദ് യൂസഫ് ആണ് പ്രതിയെന്ന് അധികൃതർ തിരിച്ചറിഞ്ഞു. പറന്നുയരുന്നതിന് മുമ്പ് അയാൾ വിമാനത്തിൽ കയറിയിരുന്നുവെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. അന്നു വൈകുന്നേരം പട്ടാളക്കാർ അയാളെ തടവിലാക്കിയതിനു ശേഷം തനിക്കും ബെന്നിനും വീണ്ടും മനുഷ്യനുമായി സംസാരിക്കാൻ കഴിഞ്ഞതായി സ്ട്രീറ്റ് പറഞ്ഞു. ബെൻ ചോദിച്ചു, ജിം, നമുക്ക് അവനോടൊപ്പം പ്രാർത്ഥിക്കാമോ? അപ്പോൾ ഞാൻ പറഞ്ഞു, തീർച്ചയായും. ഞങ്ങൾക്ക് ചുറ്റും സൈനികരുള്ളപ്പോൾ തന്നെ ഞങ്ങൾ ഹൈജാക്കറുടെ അരികിൽ ഇരുന്നു. അവർ രക്ഷയ്ക്കായി പ്രാർത്ഥന നടത്തി. അവൻ അപ്പോഴും ശാന്തനായിരുന്നു. ജിം സ്ട്രീറ്റ് പോസ്റ്റ് കാർഡിൽ തന്റെ അനുഭവം പങ്കുവച്ചു. അതൊരു ദൈവത്തിന്റെ നിയോഗമായിരുന്നുവെന്നും തങ്ങളെ ഉപദ്രവിക്കാതെ ദൈവം അയാളുടെ കരങ്ങൾ കെട്ടുകയായിരുന്നുവെന്നും ദൈവത്തിന്റെ ഇടപെടൽ കൊണ്ടാണ് അയാൾക്ക് ശാന്തത വന്നതെന്നും അയാളോട് സുവിശേഷം പറയാനും അയാൾക്കായി പ്രാർത്ഥിക്കാനും കഴിഞ്ഞതിൽ ഒരു മിഷണറി പൈലറ്റ് എന്ന നിലയിൽ അഭിമാനിക്കുന്നതായും ജിം സ്ട്രീറ്റ് പറയുന്നു. ലോകോത്തര സുവിശേഷകൻ ഫ്രാങ്ക്ലിൻ ഗ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള സമരിറ്റൻ പേഴ്സ് ആഗോള വ്യാപകമായി ദുരന്ത മേഖലകളിൽ അടിയന്തര സഹായം എത്തിക്കുന്ന സംഘടനയാണ്. നോർത്ത് കരോലീന ആസ്ഥാനമായി പ്രവർത്തിക്കുന്നു. അപ്രതീക്ഷിത ദുരന്തങ്ങൾ മൂലം രാജ്യങ്ങൾ പ്രതിസന്ധിയിലാകുമ്പോൾ മരുന്ന്, ഭക്ഷണം, വെള്ളം
പാർപ്പിടം തുടങ്ങിയ അടിയന്തര സഹായങ്ങൾ സംഘടന എത്തിച്ചു നൽകുന്നു. ഇതിനു വേണ്ടി ചെറുതും വലുതുമായ 30ഓളം വിമാനങ്ങളും 100 കണക്കിന് വോളണ്ടിയർമാരും പ്രവർത്തിച്ചു വരുന്നു.